ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എഗ് റോസ്റ്റാണ്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടെ ഉണ്ടാക്കുന്ന, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എഗ് റോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കൂ. അങ്ങനെ നമ്മുടെ മുട്ട നമ്മളിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഒരു ചീൻചട്ടിയിലോട്ട് നമ്മളാണെങ്കിൽ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ, നമ്മൾ ഇങ്ങനെ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടും. അങ്ങനെ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മൾ എണ്ണ ചൂടായി. ഇനി നമ്മളാണെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക്കും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു 3 സവാളയും 2-3 പച്ചമുളകും നമ്മളിതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മളാണെങ്കിൽ അതിനകത്തോട്ട് 2 തക്കാളി അരിഞ്ഞിട്ടതും കൂടെ അരിഞ്ഞിടണം. ഇവിടെ കണ്ടിന്യൂസ് മഴയായിരുന്നല്ലോ, മഴയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്നിവിടെ ഫുള്ള് നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഉച്ചയായി, ഇപ്പോൾ ഇവിടെ ഭയങ്കര നല്ല ചൂടാണ് ഇന്ന്. നമ്മളാണെങ്കിൽ സവാളയും തക്കാളിയും കൂടെ വഴറ്റാൻ ഇട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ. കാരണം അത് വഴലാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇതാണെങ്കിൽ നമ്മളെ മുട്ട പൊളിച്ചെടുക്കുവാണേ. കാരണം നമ്മൾ വഴറ്റാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അമ്മ പറയുന്നതേ, ഈ ഗ്ലാസ്, അതായത് ഇതുപോലൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കുലിക്കാൻ മതി, ഇത് നല്ല പെട്ടെന്ന് ഇളക്കാൻ പറ്റുമെന്ന് അമ്മ പറയുന്നത്. കോവിഡ് പിടിക്കത്തില്ല. നമ്മുടെ ഈ സവാളയൊക്കെ നല്ല വഴണ്ട് വന്നല്ലോ. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ചേർക്കുക. നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്, കണ്ടോ. മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പം അമ്മയുടെ ഹാക്ക് വെച്ചിട്ട് മുട്ടയോടെ പൊളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. എരിവൊക്കെ പിടിക്കാൻ വേണ്ടി മുട്ടയൊന്ന് വരഞ്ഞിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളിനി കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. കാരണം മസാലയെല്ലാം നമ്മുടെ അതിനകത്തോട്ടൊന്ന്, മുട്ടയ്ക്കകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊരു 2-3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇനി കറി പുളിയോ ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ പുരട്ടിയും കഴിക്കാം. പിന്നെ ഞാനിങ്ങനെ തന്നെ കഴിക്കുവാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ബൈ ബൈ.